ഓനെ ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് സ്പെയിന് വിയസ് പോർച്ചുഗൽ. ഓഫ്, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് സ്പെയിനും പോർച്ചുഗലും തമ്മിൽ മത്സരം. അതിന് സ്പെയിന് തോറ്റ് പോർച്ചുഗൽ ജയിച്ച് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പോർച്ചുഗൽ ജയിക്കണം എന്നുള്ളതൊക്കെ. എന്താ വെച്ചാൽ ബ്രസീൽ ഇപ്പോൾ തോറ്റാണല്ലോ. അപ്പോൾ ബ്രസീൽ ഫാൻസ് ചെയ്യുമ്പോൾ എന്താക്കും, എല്ലാം പോർച്ചുഗലിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും ഇനി പോർച്ചുഗലിൽ എന്തൊക്കെ പറഞ്ഞാലും. എന്തായാലും എനിക്ക് തോന്നുന്നത് പോർച്ചുഗൽ ജയിക്കുന്നതാണ്. പക്ഷേ സ്പെയിൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. സ്പെയിൻ നല്ല ടീമാണ്, കിടിലൻ ടീമാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്പെയിൻ്റെ ലൈനപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സ്പെയിൻ്റെ 2-3 ബാക്കിലെ കളി എടുത്ത് നോക്കിയാലും സ്പെയിൻ നല്ല കളി കളിച്ചിരിക്കുന്നത്. സ്പോർട്സിൽ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല, പോർച്ചുഗൽ നല്ല കളിയാണ്. പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ലൈനപ്പും കാര്യങ്ങളും വന്നിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? പോർച്ചുഗൽ ഇന്നത്തെ കളിയിൽ പോർച്ചുഗൽ കപ്പടിക്കുമോ, സ്പെയിൻ കപ്പടിക്കുമോ? പിന്നെ പോർച്ചുഗൽ ഇനിയിപ്പം ഭാഗ്യവശാൽ തോറ്റ് കഴിഞ്ഞാൽ റൊണാൾഡോന്റെ ലാസ്റ്റത്തെ കളിയായിരിക്കും, ലാസ്റ്റത്തെ വേൾഡ് കപ്പ് ആയിരിക്കും. 2030 ഇനി റൊണാൾഡോ കളിക്കോ ഇല്ല എന്നൊന്നും അറിയില്ല. എന്തായാലും നെയ്മർ പുറത്തായി. നെയ്മർ ഇനി ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ ചാൻസ് ഇല്ല. ഇന്നലത്തോടെ നോർവേന്റെ കളി എന്തൊക്കെ പറഞ്ഞാലും ബ്രസീലിന് ഭയങ്കര റെഡിയാണത്. പക്ഷെ നോർവേ നല്ല കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ നോക്കുന്നത് പോർച്ചുഗലും സ്പെയിനും കളിയാണ്. പോർച്ചുഗൽ ജയിക്കണത് എന്നാലേ കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ റൊണാൾഡോന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. 2022 അർജന്റീന ജയിച്ച് മെസ്സി കപ്പ് വന്നിച്ച്. ഇനിയിപ്പോൾ റൊണാൾഡോന് ചാൻസ് ആണത്. നെയ്മറിന് ഇനി ചാൻസ് ഇല്ല, കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. എൻ്റെ അഭിപ്രായം പോർച്ചുഗൽ കപ്പടിക്കുന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പോർച്ചുഗൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പോർച്ചുഗൽ, ഫോർസ പോർച്ചുഗൽ.